നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളല്ലേ ഈ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ എൻ്റെ നാട് കാട്ടൂർ ഇരിങ്ങാലക്കുട. കാട്ടൂരാണ് ഞങ്ങൾ. ഒരു മതിലിൻ്റെ പറഞ്ഞല്ലോ, ഒരു 30 സെൻറ്റ് സ്ഥലത്തിൻ്റെ സൈഡ് കെട്ട് റോഡ് ലെവൽ വിട്ട് ഒരു 4 അടി താഴ്ന്നു കേൾക്കുന്ന ഒരു കെട്ടിൻ്റെ സൈഡിൻ്റെ കരിങ്കൽ കെട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് അവിടെയാണ് പണി. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ മഴയത്ത് നല്ല പണിയാണ്. മണ്ണൊക്കെ ആകെ ചെളിയായിട്ട് കുഴഞ്ഞ്. പക്ഷെ നമ്മൾ മഴ കൊണ്ട് തന്നെയാണ് പണിയുന്നത്. അത് ഈ പണി അത്രയും ബലപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ മഴയത്തായാലും നമ്മൾ സ്ട്രോങ് ആക്കിയിട്ട് ആ മഴയെ നമ്മൾ കാര്യമാക്കുന്നില്ല. പ്രകൃതിയോട് മല്ലടിച്ചിട്ട് തന്നെയാണ് നമ്മൾ പണിയുന്നത്. കാറ്റായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, ഇനി മഴയായിക്കോട്ടെ, നമ്മൾ കൊള്ളാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ അതൊന്നല്ല കാര്യം. നമ്മൾ പണിയുന്ന പണിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ വീഡിയോ കണ്ടു. ഇതിന് ഇതുപോലെ പണിയാണ് കണ്ടോ. ചെളിയായാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ വലിയ കല്ലുകൊണ്ട് ഇപ്പോൾ നമ്മൾ അന്നത്തെ പോലെ ഇപ്പോൾ പണത്തെ പണികൾ ഇത്രയും നീളം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 60% പണി ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗങ്ങളുള്ളൂ. അതായത് ഇതൊരു 73 മീറ്റർ നീളമുള്ള ഒരു കെട്ടാണ്. അതിൻ്റെ 60% ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇപ്പോൾ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയയിൽ അവിടെ ഇപ്പോൾ നാളെക്കൊണ്ട് അവിടെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇവിടെ ഒരു 20 മീറ്റർ കഷ്ടി, ഇവിടെ ഒരു 20 മീറ്റർ പണിയുണ്ട്. ഈ ഒരു ഭാഗം 20 മീറ്റർ ഇനി പണിയാനുണ്ട്. ഈ 20 മീറ്റർ നാളെ തൊട്ട് തുടങ്ങും. അതിലൂടെ നമ്മൾ പറഞ്ഞു പണിയുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെ അടിഭാഗമൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കുക, മഴയാണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടോ. ഇതേമാതിരിയൊക്കെ കല്ലിട്ടിട്ട് പരമാവധി നീളനെ കല്ലുകൾ ക്രോസ് ചെയ്ത് പണിയാൻ ശ്രമിക്കുക. ഇടയിൽ ചെറുത് വരുന്നോട് ചെറുത് വയ്ക്കുക. വലിയ കല്ലുകൊണ്ട് തന്നെ ജോയിൻറ്റ് മുറിച്ച് പണിയുക. ഇതിൽ ഈ ഭൂമി മൊത്തം മണ്ണടിച്ച് നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ മണ്ണടിക്കുമ്പോഴേ ഇത് പറയാനുള്ള കാരണം, മണ്ണടിക്കുമ്പോൾ പുതിയ മണ്ണാണ് ഇവിടെ വരുന്നത്. നിലവിലുള്ള ഉയർന്ന ഭൂമിയല്ലല്ലോ. അപ്പോൾ ആ മണ്ണ് ഇതുപോലെ വെള്ളം വീഴും. മഴ പെയ്ത് വെള്ളം കുടിച്ച് നിൽക്കുമ്പോൾ ഈ കെട്ട് വീതി കുറച്ച് കെട്ടിയാൽ വെള്ളം ഉണ്ടാവില്ല. അതങ്ങൾ തള്ളി തോട്ടിലേക്ക് പോകും. അത് പോവാതിരിക്കാനുള്ള വീതിയിലാണ് നമ്മൾ ഈ കെട്ട് 75 സെൻറ്റിമീറ്റർ വീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. കേട്ടോ, ഇത് തോടാണ്. ഈ പറമ്പിൽ നല്ല മഴക്കാലമാകുമ്പോൾ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മണ്ണടിച്ച് നല്ല 4 അടി ഉയരത്തിൽ ആ റോഡ് ലെവൽ ഉയരത്തിൽ നമ്മൾ പണിയുന്നതാണ്. അതുകൊണ്ടോ ആ റോഡ് ലെവൽ ഉയരത്തിൽ നമ്മൾ വീട് ഇവിടെ മണ്ണടിക്കും. ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കെട്ടിന് ഇത്രയും ഉയരത്തിൽ നമ്മൾ കെട്ടണം. ഇത് വരും.
കണ്ടില്ലേ നമ്മൾ ഇത്രയും ചളിയാണ് ഇവിടെ. അപ്പോൾ ഇതുപോലെ വെള്ളം ഈ മണ്ണ് ഇവിടെ ഇടുമ്പോൾ ഈ വെള്ളം വന്ന് ഇതുപോലെ ചെളിയാവും. അപ്പോൾ കുതിർന്നു കഴിഞ്ഞാൽ കെട്ട് ബലമില്ലെങ്കിൽ ഈ മണ്ണോട് നിൽക്കില്ല, തള്ളിപ്പോവും ഈ ഭൂമിയിലെ. അപ്പോൾ ഇതിനെ അത്രയും ബലപ്പെടുത്തിയിട്ട് പണിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ്. ഇത് അത്രയും ബുദ്ധിമുട്ടി നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പണിയുന്നവരും പണിയിപ്പിക്കുന്നവരും എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ഇതുപോലൊക്കെ പണിയണം കേട്ടോ. ബാക്ക് സൈഡ് ഈ പുറം ഭാഗം ഉൾഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഭംഗി വേണ്ട, നീളൻ ഉറപ്പുണ്ടായാൽ മതി. ഇതിൻ്റെ ഒരു സൈഡ് അവിടെ നമ്മൾ വൺ സൈഡ് ഇവിടെ നിന്നുകൊണ്ടാണ് അപ്പുറത്തേക്ക് കല്ലെടുത്ത് വയ്ക്കുന്നത്. അപ്പം തോടായതും നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ സൈഡിന് മേലെ 10 സെൻറ്റിമീറ്റർ കണക്കിൽ ബെൽറ്റ് കൊടുക്കും. ബെൽറ്റ് കൊടുത്തിട്ട് ഇതിന് മേലെ ഇനി ഒരടിക്ക് കൂടി ഉയരത്തിൽ 50 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ അടുത്ത മതിൽ കെട്ടും. അതിന് മേലെ ചെറിയൊരു ബെൽറ്റ് കൂടി വരും. അത് 10 സെൻറ്റിമീറ്റർ വീണ്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് അടയ്ക്കുക. ബാക്കി ഈ ഗ്യാപ്പുണ്ട്, ഈ ഗ്യാപ്പിലൊരു പില്ലർ കൊടുക്കും. ഇതുപോലെ പല ഭാഗങ്ങളിൽ ഇതുപോലെ ഈ ഗ്യാപ്പിൽ നമ്മൾ ഓരോ പില്ലർ കൊടുക്കുന്നുണ്ട്. ഈ ബെൽറ്റുമായി കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതുപോലെയൊക്കെ എവിടെയെങ്കിലും താഴ്ന്നു കിടക്കുന്ന ഭാഗങ്ങളോ ഉയർന്ന ഭാഗങ്ങളൊക്കെ കെട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് എത്ര വീതി വേണമെന്നൊക്കെ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് കെട്ടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഈ പണി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.